നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഫ്രാൻസ് ഇന്നലെ യോഗ്യത നേടി. ഇതോടുകൂടി വേൾഡ് കപ്പിന് എത്ര ടീമുകൾ ഇപ്പോൾ യോഗ്യത നേടിയിട്ടുണ്ട്, ഇനി എത്ര ടീമുകൾക്ക് യോഗ്യത നേടാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ്. വേൾഡ് കപ്പ് നമുക്കറിയാമല്ലോ, ഇത്തവണ വേൾഡ് കപ്പ് 48 ടീമുകളാണ് കളിക്കുന്നത്. അതിൽ 29 ടീമുകളും ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. യെസ്, യൂറോപ്പിൽ നിന്ന് 2 ടീമുകളാണ് ഇതുവരെ യോഗ്യത നേടിയിട്ടുള്ളത്. ഒന്ന് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തന്നെ ഇംഗ്ലണ്ട് യോഗ്യത നേടിയിരുന്നു. ഇപ്പോഴിതാ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ആദ്യമായി യൂറോപ്പിൽ നിന്ന് യോഗ്യത നേടുന്ന ടീമായിട്ട് ഫ്രാൻസ് മാറിയിരിക്കുന്നു. പോർച്ചുഗലിന് അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ സ്ലിപ്പപ്പായി പോയി. ഇനി ഇതാ വരും ദിവസങ്ങളിൽ അടുത്ത ഗെയിം വീക്കിൽ കൂടുതൽ ടീമുകൾ യോഗ്യത ഉറപ്പാക്കും. ഏതായാലും നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കുകയാണ് ഏതൊക്കെ ടീമുകളാണ് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുള്ള 29 ടീമുകൾ. അതായത് കോഹോസ്റ്റുമാരെന്ന നിലയിൽ 3 ടീമുകൾക്ക് ഓൾറെഡി യോഗ്യതയുണ്ടല്ലോ. 3 രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് നടക്കുന്നത്. കാനഡ, മെക്സിക്കോ, USA ഈ ടീമുകൾക്ക് കോഹോസ്റ്റുമാർ എന്ന നിലയിൽ വേൾഡ് കപ്പ് യോഗ്യത ഓൾറെഡി ഉറപ്പാണ്. പിന്നെ AFCയിൽ നിന്ന്, ഏഷ്യൻ മേഖലയിൽ നിന്ന് ഓസ്ട്രേലിയ, ഇറാന്, ജപ്പാന്, ജോർദാന്, കൊറിയ റിപ്പബ്ലിക്ക്, ഖത്തർ, സൗദി അറേബ്യ, ഉസ്ബെക്കിസ്ഥാൻ ടീമുകൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ AFCയിൽ നിന്ന് 8 ഡയറക്റ്റ് സ്പോട്ടുകളാണുള്ളത്. ആ 8 സ്പോട്ടുകളും ഫില്ലായി കഴിഞ്ഞു. ഇനി ഒരു ടീമിന് പ്ലേ ഓഫ് ടൂർണമെൻറ്റ് കളിക്കുകയും ചെയ്യാം. പിന്നെ CAFൽ നിന്ന്, അതായത് ആഫ്രിക്കയിൽ നിന്ന് അൾജീരിയ, കേപ്പ് വെർദെ, ഐവറി കോസ്റ്റ്, ഈജിപ്റ്റ്, ഗാന, മൊറോക്കോ, സെനഗൽ, സൗത്ത് ആഫ്രിക്ക, ടുണീഷ്യ ടീമുകൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. CAFൽ നിന്ന് 9 ഡയറക്റ്റ് സ്പോട്ടുകളാണ്. ആ 9 ഡയറക്റ്റ് സ്പോട്ടുകളും ഫില്ലായി കഴിഞ്ഞു. ഒരു ടീമിന് പ്ലേ ഓഫ് ടൂർണമെൻറ്റ് കളിക്കാം. അടുത്തത് കോൺമെബോളാണ്. കോൺമെബോളിൽ നിന്ന് സൗത്ത് അമേരിക്കയിൽ നിന്ന് അർജൻറ്റീന, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, പരാഗ്വായ്, ഉറുഗ്വായ് ടീമുകൾ യോഗ്യത നേടി. അതായത് കോൺമെബോളിൽ നിന്ന് 6 ഡയറക്റ്റ് സ്പോട്ടുകളാണുള്ളത്. ആ 6 സ്പോട്ടും ഫില്ലായി. ഒരു ടീമിന് ഇനി പ്ലേ ഓഫ് ടൂർണമെൻറ്റ് കളിക്കാം. ദെൻ OFCയിൽ നിന്ന് ഒറ്റ ഡയറക്റ്റ് സ്പോട്ടേ ഉള്ളൂ. അത് ഓൾറെഡി ന്യൂസിലാൻഡ് നേടിക്കഴിഞ്ഞു. ഒരു ടീമിന് പ്ലേ ഓഫ് സ്പോട്ട് കളിക്കാം. യുവേഫയിൽ നിന്ന് 16 ഡയറക്റ്റ് സ്പോട്ടുകളുണ്ട്. അതിൽ 12 ടീമുകൾ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിയുന്നതോടുകൂടി യോഗ്യത നേടും. അതിലിപ്പോൾ 2 ടീമുകളാണ് യോഗ്യത നേടിയിട്ടുള്ളത്, ഇംഗ്ലണ്ടും ഫ്രാൻസും. ബാക്കി 10 ടീമുകൾ ഇതാ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ യോഗ്യത ഉറപ്പാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ 4 സ്പോട്ടുണ്ട്. അത് യൂറോപ്യൻ മേഖലയിൽ ക്വാളിഫയർ കളിച്ചിട്ടാണ് അത് തീരുമാനമാകാൻ പോകുന്നത്. അങ്ങനെയാണ് യുവേഫയുടെ ഒരു രീതി. ദെൻ ഇനി അതുപോലെ തന്നെ കോൺകക്കാഫിൽ നിന്നുള്ള യോഗ്യത എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. 6 ഡയറക്റ്റ് സ്പോട്ടുകളും 2 പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസുകളുമാണുള്ളത്. ഇതുവരെ അവിടെ നിന്ന് ഒരു ടീമും യോഗ്യത ഉറപ്പാക്കിയിട്ടില്ല. നമ്മൾ അതുകൂടി വരാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നിലവിലെ വേൾഡ് കപ്പ് യോഗ്യതയുടെ ഒരു സ്ഥിതിവിശേഷം. ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ മാസത്തോടുകൂടി ഏതാണ്ട് യോഗ്യതകളൊക്കെ ആവും. പിന്നെ പ്ലേ ഓഫ് മത്സരങ്ങളുടെ ആ സ്പോട്ടുകൾ മാത്രമേ ബാക്കി കിടപ്പുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇതാ ആയിക്കഴിഞ്ഞു. ഡിസംബർ 5-നാണ് ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പ്. നമ്മൾ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.